ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഖുർആനോട് വലിയൊരു ആദരവും ബഹുമാനവും നമുക്കൊക്കെ ഉണ്ടാവണം. ചില വീട്ടിലൊക്കെ ഈ പഴയ മുസ്ഹഫ് തുന്നൊക്കെ പൊട്ടി കീറിപ്പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ടാവും. പലരും ചോദിക്കുന്നയ്യോ ഉസ്താദേ, പഴയ മുസ്ഹഫ് കുറെ ഉണ്ട്, എന്താ ചെയ്യുക? അത് പഴയ കാലത്തെ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ മദ്രസിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് ചട്ടയൊക്കെ പോയി തുന്നൊക്കെ പൊട്ടി വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടാകും. ഇനിയിപ്പത് നിത്യമായി ഓതാൻ ഉപയോഗിക്കാൻ പറ്റൂല. ആ ഒരവസ്ഥയിലാണുള്ളത്. എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത്, ഇനി ഒരു നിലക്കും നല്ല നിലയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ആ മുസ്ഹഫ് ഈ വലിയൊരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ വെള്ളം പാർന്നിട്ട് ആ വെള്ളത്തിലിട്ടേക്കുക. മനസ്സിലാവുന്നുണ്ടോ? വെള്ളത്തിലിട്ടേക്കുക. എന്നിട്ട് ഒളുവൊക്കെടുത്ത് നമ്മളൊന്ന് ഒരുങ്ങിയിരുന്ന് പിറ്റേന്ന് ഒരു ദിവസം അതിൽ പൊതിർന്നതിന് ശേഷം അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് എന്ത് ചെയ്യുക? മയക്കുക. ചിലപ്പോൾ ആകെ കൂടി കലർന്നോട്ടെ, അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലായി. എന്നിട്ട് അത് കൊണ്ടുപോയി വലിയ പുഴയിലേക്കൊക്കെ ഒഴിക്കുക. അങ്ങനെ ചെയ്താൽ അതിനോടുള്ള എല്ലാ ഹുർമത്തും പാലിച്ചതായി എന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഫിഖഹിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ മയക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതിനൊന്നും കഴിയണില്ല, എന്നാൽ നല്ല വൃത്തിയുള്ള സ്ഥലത്തത് വെച്ചിട്ട് അത് കത്തിക്കുക. ഖുർആനോടൊരു ഹുർമത്തിന് എതിരാകുന്ന മറ്റു സമീപനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ല സ്ഥലത്തിട്ട് അത് കത്തിച്ച് അത് നല്ല വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിക്കുക. അതിന് തെറ്റുണ്ടോ? ചോനെ ഉസ്താദെ, ഖുർആൻ കത്തിക്കേ വലിയ പ്രയാസാണല്ലോ എന്ന തോന്നൽ വേണ്ട. ഇത് അവഗണിച്ചിട്ട് കത്തിക്കല്ല, ഒരവഗണന വരാതിരിക്കാൻ വേണ്ടി കത്തിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ അതിനോട് ഹുർമത്ത് പാലിക്കണം. ഇനി വീട്ടിൽ അങ്ങനെ മുസാഫൊക്കെ ഉണ്ട്, പഴയ മുസാഫ് പല പുസ്തകങ്ങളുടെയും കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മറ്റു ബുക്കുകളും മറ്റു വസ്തുക്കളൊക്കെ നമ്മൾ കയറ്റി വെച്ചാൽ അത് വലിയ അനാദരവാണ്. അതുകൊണ്ട് ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മൊത്തത്തിൽ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കരുതണം, ശ്രദ്ധിക്കണം. ആ നിലയിൽ മുസ്ഹഫിനോട് അനാദരവ് തോന്നുന്ന വിധത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ചിലപ്പോ ഒരു സ്ഥലത്തൊരു വർക്ക് ഇങ്ങനെ നടക്കുകയാണ്, ഒരു സ്ഥലത്തൊരു സ്വിച്ച് കേടായി, അപ്പൊ ആ സ്വിച്ച് ഒന്ന് മാറ്റണം. അതിന് ഇലക്ട്രീഷ്യൻ വന്നു. അപ്പൊ അവിടെ കുറെ പുസ്തകങ്ങളുണ്ട്, കൂട്ടത്തിലൊരു മുസാഫ് ഉണ്ട്. അപ്പൊ ചെലോല് കാണാ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ മദ്രസിൽ 5ൽ പഠിക്കാണ് 6ൽ പഠിക്കാണ്, എന്നാ മോളെ ഈ മുസാഫ് ഒന്ന് ഇവിടെ നിർത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക പറയും. കാരണം അവര് മനസ്സിലാക്കിയിട്ടുണ്ട്, കുട്ടിയേക്ക് മുസാഫ് തൊടാൻ എന്ത് വേണ്ട? ഉളൂ വേണ്ട. കുട്ടിയേക്ക് മുസാഫ് തൊടാൻ ഉളൂ വേണ്ട എന്ന് പറഞ്ഞത് ആ ഖുർആൻ ഓതി പഠിക്കാനാണ്, അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ അല്ല. ഏത് സമയത്തും എപ്പോഴും കുട്ടികൾക്ക് ഉളൂ ഇല്ലാതെ മുസാഫ് തൊടാം. അങ്ങനെ ഒരു മസല ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു മസലുണ്ടോ? അങ്ങനെ മസലല്ല. വിശുദ്ധ ഖുർആൻ ഓതി പഠിക്കാനായി എപ്പോഴും ഉളൂ എടുക്കുക എന്നുള്ളത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അതിനവർക്ക് ഉളൂ നിർബന്ധമില്ല. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തേക്കാനും അവിടുന്ന് ഇങ്ങോട്ട് എടുത്തേക്കാനും ആ പണി അവരെ ഏൽപ്പിക്കാൻ പറ്റൂല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. കൃത്യമായി സൂറത്തുൽ വാഖിയയിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നല്ല ശുദ്ധിയുള്ളവർ, വുളൂ ഉള്ളവർ അവരെ ഇത് തൊടാൻ പാടുള്ളൂ എന്ന്. ഏതായാലും ഖുർആനോടൊക്കെ എല്ലാ അദബും പാലിക്കുന്നവരിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ടൊക്കെ നാളെ പാരത്രിക ലോകത്ത് ആ ഖുർആന്റെ ശഫാഅത്ത് കിട്ടുന്നവരിൽ അള്ളാഹുവേ ഞങ്ങളിൽ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ പടച്ചോനെ.